ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈജ സ്വരൂപ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കിണ്ണത്തപ്പമായിട്ടാണ്. ഇത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ ഒരു അപ്പമാണിത്. ഇതിന് കണ്ണൂരപ്പമെന്നും പഴമക്കാർ പറയാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പത്തിരിപ്പൊടി ഞാനൊരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 4 ആണി ശർക്കര നന്നായി കനിച്ച് അത് അരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ 1/4 പാൽ അതാണ് ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. കുറച്ച് കടലപ്പരിപ്പ് ഞാനൊരു 2 മണിക്കൂറായി പുതർത്തി വെച്ചിരിക്കുന്നത്, അത് നന്നായി പുതർന്നിട്ടുണ്ട്. ഒരു നുള്ളുപ്പ്, അല്പം ഗീ, പിന്നെ ഏലക്കാപ്പൊടി. ആദ്യം തന്നെ നമുക്ക് ആ പാനിലേക്ക്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാനിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഉപ്പും ചേർക്കുക. തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ടിവിടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കോഴിക്കോട്ടുകാർ നെയ്യപ്പവും ഉണ്ണിയപ്പത്തിനൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്. പക്ഷേ കണ്ണൂർക്കാരെ സ്പെഷ്യലാണിത്. അവരേതൊരു ഫംഗ്ഷനും ഈ ഒരു കിണ്ണത്തപ്പം അവർ തയ്യാറാക്കി വെക്കാറുണ്ട്. ഇതാ നമ്മുടെ കിണ്ണത്തപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ ഇതവിടെ, തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ ഇതങ്ങോട്ട് ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കിണ്ണത്തപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനിതവിടെ ഗീ തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണിത്. അതിലേക്ക് ഇതിൻ്റെ ഈ മാവ് ഈ ബാറ്റർ നമുക്കതിലേക്ക് ഫില്ല് ചെയ്യാം. നല്ല ഷേപ്പിലൊന്ന് അതാക്കി കൊടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നത്. ഇനി നമുക്ക് അടിപൊളിയായി കോഴിക്കോട്ടുകാരുടെ ഒരു വിഭവമായിട്ട് ഇനിയും കാണാം. ബൈ.